ഓറിയൻറ്റേഷൻ ക്ലാസ് ഉണ്ടാവും. അപ്പോൾ അതിൽ പറഞ്ഞുതരാൻ പോകണത് എന്തൊക്കെയാണ്, നമ്മുടെ സേഫ്റ്റി, പിന്നെ നമ്മുടെ ഷിപ്പ് യാർഡിൻ്റെ സേഫ്റ്റി. അപ്പോൾ നമ്മളുടെ ഇപ്പോൾ ഈ ഷിപ്പ് യാർഡ്, ഈ പ്രൈവറ്റ് ഷിപ്പ് യാർഡ്, ഇതൊരു ചെറിയ ഷിപ്പ് യാർഡ് നോക്കുകയാണെങ്കിൽ പോലും നമുക്ക് ഈ ഷിപ്പ് യാർഡിനകത്ത് ഇപ്പോൾ 5-6 ഈ ഫയർ എക്സ്റ്റിങ്വിഷർ DCP ഉണ്ടാവും, CO2 ഫയർ എക്സ്റ്റിങ്വിഷർ ഉണ്ട്, അത് കൂടാണ്ട് ഫയർ ഹൈഡ്രൻറ്റും ഹോസസും ഉണ്ടാവും. അപ്പോൾ ഈ സാധനങ്ങൾ ആദ്യം എവിടെ ഇരിക്കുകയെന്ന്, അതായത് ലൊക്കേഷൻ പ്രൈമറി ഇമ്പോർട്ടൻ്റ് ആണ്. നിങ്ങൾക്ക് ഈ സാധനങ്ങൾ എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, അലാംസ് എവിടെയൊക്കെയാണ് ഇരിക്കുന്നത്, അതുകൂടാണ്ട് നിങ്ങൾക്ക് വേണ്ടിയ സേഫ്റ്റി ജാക്കറ്റ്, അങ്ങനത്തെ സാധനങ്ങൾ എവിടെയാണ് ലൊക്കേറ്റ് ചെയ്തേക്കുന്നത് ആദ്യം നമ്മൾക്ക് അറിഞ്ഞിരിക്കണം. അപ്പോൾ ഇതിനൊക്കെ ഏതൊരു ഷിപ്പ് യാർഡിനകത്ത് പോയാലും ഇതേപോലെ ഒരു വൈറ്റ് പേപ്പറിൽ ഒരു ചാർട്ട് ഉണ്ടാവും, ഒരു പ്ലാൻ ഉണ്ടാവും. സോ ആ പ്ലാനിൽ കറക്റ്റായിട്ട് നിങ്ങളുടെ ലൊക്കേഷൻസ് കൊടുത്തിട്ടുണ്ടാവും, എവിടെയൊക്കെയാണ് എന്തൊക്കെ സാധനങ്ങളാണ് ഇരിക്കുന്നത്. അതുകൂടാണ്ട് നിങ്ങളിപ്പോൾ ഒരു ഡിപ്പാർട്ട്മെൻറ്റ്, നിങ്ങളൊരു എഞ്ചിൻ, ഇത് നമ്മൾ തുറക്കുമ്പം നമ്മൾ അത്യാവശ്യം ടൈറ്റായിരിക്കും. നമ്മൾ തുറക്കുന്നത് എങ്ങനെയാണെന്ന് വെച്ച് കഴിഞ്ഞാൽ ജസ്റ്റ് ഇങ്ങനെ തട്ടി, ഇതിപ്പോൾ ഒരുപാട് പഴയ സിലിണ്ടറാണ്, അതുകൊണ്ടാണ് ഇത്രയും സിമ്പിളായിട്ട് അങ്ങ് ഓപ്പണായി വരുന്നത്. മനസ്സിലായോ? പുതിയ സിലിണ്ടറൊക്കെ ആണെങ്കിൽ ഓപ്പൺ ചെയ്യാൻ നമ്മളിങ്ങനെ തട്ടി ഓരോ അതിൻ്റെ ഒരു ഫുൾ റൗണ്ടില്ലേ, 360 ഡിഗ്രി നമ്മൾ 90 ഡിഗ്രി ഓപ്പൺ ചെയ്ത് വെക്കത്തേ ഉള്ളൂ നോർമലി. എന്നിട്ട് നമ്മൾ എന്ത് ചെയ്യും, ഇവിടെ ഈ ഒരു പ്രഷർ അഡ്ജസ്റ്റ് ചെയ്യും, എത്ര വേണോ അത് നമ്മൾ അഡ്ജസ്റ്റ് ചെയ്ത് കൊടുക്കും. ഇത് പ്രഷർ റെഗുലേറ്ററാണ്. ഈ റെഗുലേറ്റർ എന്തിനു വേണ്ടി ഉപയോഗിക്കുന്നത് അറിയാം? ഇപ്പോൾ ഇവിടെ 120 kg/cm² പ്രഷറിനകത്ത് ഗ്യാസ് ഇല്ലേ, അത്രയും പ്രഷറിൽ നമുക്ക് വേണോ? നമുക്ക് വേണ്ടത് എത്രയെന്ന് അറിയാമോ? 0.15 ഒക്കെ മതി പ്രഷർ. ഇവിടെ അതുപോലെ റെഗുലേറ്റർ വരേണ്ടതാണ്. നമ്മൾ ചെറുതായിട്ട് ഈ ഒരു LPG എന്താണ്, ജസ്റ്റ് LPG ഒന്ന് തുറന്ന് വെക്കുക. ഓക്കെ, ഇതൊക്കെ ഇങ്ങനെ പേടിച്ചാൽ അങ്ങനെ നമ്മുടെ വീട്ടിലെ ഗ്യാസ് കത്തിക്കുന്നതിൻ്റെ കൂട്ടേ ഉള്ളൂ, പേടിക്കണ്ട. അപ്പോൾ അതിനുശേഷം എന്താണ്, ഇത് ഇച്ചിരി കൂടിപ്പോയി തുറന്നത്, നമുക്ക് കാര്യമില്ല. ഓക്കെ, അപ്പോൾ നമ്മൾ ആദ്യം ആ ഒരു LPG ഓപ്പൺ ചെയ്തിട്ട്, അസറ്റിലാണെങ്കിൽ അസറ്റിൽ ഓപ്പൺ ചെയ്തിട്ട് എന്താണ് ആ ഒരു ഫ്ലെയിം കത്തിക്കുക, അല്ലെങ്കിൽ ഫ്ലെയിം സെറ്റ് ചെയ്യുക, ഫ്ലെയിം ഒന്ന് ഇതാക്കുക. അതിനുശേഷം എന്ത് ചെയ്യുക, ഓക്സിജൻ്റെ നോബ് തുറക്കുക. കേട്ടോ, ഓക്സിജൻ്റെ നോബ് തുറന്ന് നമ്മൾ ആ ഒരു ഫ്ലെയിം ഒന്ന് സെറ്റ് ചെയ്തെടുക്കുക. ഓക്കെ, ഇതിൽ റിലീസ് ചെയ്യാനായിട്ട് യൂസ് ചെയ്യുന്നത് അതിനാണ് മൂറിംഗ് വിഞ്ച് എന്നൊക്കെ പറയും. അപ്പോൾ അതിൽ ബ്രേക്ക് ഉണ്ട്, ഹാൻഡ് ഓപ്പറേറ്റഡ് ആയിട്ട് നമ്മളിങ്ങനെ കൈ കൊണ്ട് കറക്കി ടൈറ്റ് ചെയ്ത് നമുക്ക് ഹാൻഡ് ബ്രേക്ക് പോലെ വെക്കാം. അത് കൂടാണ്ട് ഒരു ലിവറും ഉണ്ട്, ലിവർ ഫങ്ഷനിങ് ആണത്. അപ്പോൾ അത് വെച്ചിട്ട് നമ്മൾ ഈ ഷാക്കിളിനെ പതുക്കെ വളരെ സ്ലോ ആയിട്ടേ ഇതിനെ താഴേക്ക് റിലീസ് ചെയ്യുള്ളൂ. കാരണം സ്പീഡിൽ വിട്ട് കഴിഞ്ഞ് ഇൻ കേസ് പെട്ടെന്ന് ബ്രേക്ക് ചെയ്യണമെങ്കിൽ അതുപോലെ ഒന്നും നടക്കില്ല, ഇതിനെ കിട്ടില്ല, ആ മെഷീനൊന്നും പെട്ടെന്ന് അങ്ങനെ സ്റ്റോപ്പ് ചെയ്യാൻ പറ്റില്ല. സോ വളരെ ആ ഓപ്പറേഷൻസ് എല്ലാം എക്സ്പേർട്ടായിട്ടുള്ള ആൾക്കാർ അതിൻ്റെ ചുറ്റിനും ഉണ്ടാവും ഹാൻഡിൽ ചെയ്യാനായിട്ടും. അപ്പോൾ ഈ സംഗതികളെല്ലാം നമ്മളിപ്പോൾ ഇതെല്ലാം എന്താ പറയുക, ഒരു ഷിപ്പിലേക്ക് ലോഡ് ചെയ്യുന്നതും വെക്കുന്നതെല്ലാം ഷിപ്പ് യാർഡ് ഓപ്പറേഷൻസിലാണ് അതെല്ലാം ചെയ്യുന്നത്. ഓക്കെ, പിന്നെ ഓരോ ഷിപ്പിൻ്റെയും വെയിറ്റ് അനുസരിച്ച് ദർ ഇസ് എ ഡിസൈൻ ഫാക്ടർ ഇൻ വിച്ച് ദേ സെലക്ട് ഈ ആങ്കർ ഏതാണ് വേണ്ടത്, എത്ര സൈസ്. ഇതിപ്പോൾ വരുമ്പോഴത്തേക്ക് ഒരു 200-250 മീറ്ററിൻ്റെയൊക്കെ റേഞ്ചിന് പ്ലസ് ആ റേഞ്ച് അതിൽ താഴെ വരുന്ന ഷിപ്പിൻ്റെയൊക്കെ ആയിരിക്കും ഈ ഒരു ആങ്കറൊക്കെ വരുന്നത്. 200-250 റേഞ്ചൊക്കെ ആയിരിക്കും വരുന്നത്. 250 മീറ്റർ എന്ന് പറയുമ്പോൾ ഏകദേശം 20,000 30,000 10,000 ആ റേഞ്ച് കണ്ടെയ്നറൊക്കെ കൊണ്ടുപോകുന്ന ടൈപ്പ് കപ്പലിൽ യൂസ് ചെയ്യാന്നുള്ളതാണ്. പക്ഷേ ഇത് എനിക്ക് തോന്നുന്നു കുറേ നാളായി ഇവിടെ, പക്ഷേ മെയിൻ്റെനൻസ്